സന്ദീപ് ഇപ്പൊ മാഡത്തിന്റെ കയ്യിൽ ഒരു കളിപ്പാവ് മാത്രമാണ്. അതെ, ഞാൻ കീ കൊടുക്കുന്നതിനനുസരിച്ച് മാത്രമേ അവൻ ഇനി ചലിക്കൂ. ചാടാൻ പറയുമ്പോ ചാടും, ഓടാൻ പറയുമ്പോ ഓടും. ആ സമയത്ത് അങ്ങനെ പെരുമാറിപ്പോയതിന് എന്നോട് ക്ഷമിക്കണം. ക്ഷമ പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ആതിര എത്ര നിർബന്ധിച്ചാലും ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു. വക്കീലേ, അതൊക്കെ കഴിഞ്ഞില്ലേ? ഇനി ഈ കാപ്പി കുടിക്ക. എന്റെ കാപ്പി എങ്ങോട്ടൊന്ന് നോക്ക് വക്കീലേ. കൊള്ളാം. ഒരു കാര്യം ഞാൻ പറയാം. ഈ ആശ്രമത്തിന്റെ ചിട്ടവട്ടങ്ങൾക്കും രീതികൾക്കും ചേരാത്ത ഒരു സഹായവും ചെയ്യാൻ എനിക്ക് നിർവാഹമില്ല. ഈ ആശ്രമത്തിലെ അന്തേവാസികളെയും കുട്ടികളെയും സഹായിക്കണമെന്ന് നിങ്ങൾക്ക് അത്രയും നിർബന്ധമാണെങ്കിൽ അവരുടെ ഭക്ഷണത്തിന്റെ ആവശ്യത്തിനായിട്ട് ഒരു ചാക്കരി ദാനം തന്നേക്കൂ. ശിവയോഗി, അയാളുടെ ഉള്ളിൽ എന്താന്നൊരു പിടിയും കിട്ടുന്നില്ലല്ലോ മൂർത്തി. അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. മനസ്സ് വായിക്കാൻ കഴിയുന്ന മാന്ത്രിക വിദ്യ ഉണ്ടെന്ന് തോന്നുന്നു അയാളുടെ കയ്യില്. അല്ല, ആശ്രമത്തിലെ ഒരു അന്തരീക്ഷം തന്നെ അങ്ങനെയാണല്ലോ. ഇല്ലാത്ത പലതും അവിടെ ഉണ്ടെന്ന് തോന്നിപ്പിക്കും. നമ്മുടെ മനസ്സ് വായിച്ച പോലെ ചിലപ്പോൾ ഈ സ്വാമിമാരൊക്കെ സംസാരിക്കുകയും ചെയ്യും. ഇതുപോലുള്ള ഏത് സ്ഥലത്ത് പോയാലും നമുക്കങ്ങനെ തോന്നും. ഇതങ്ങനെ അല്ല മൂർത്തി. അയാൾക്ക് എന്തോ ചില കഴിവുകളുണ്ട്. ധ്യാനശക്തി കൊണ്ട് നമ്മുടെ മനസ്സിലെ ചലനങ്ങൾ പോലും മനസ്സിലാക്കാൻ അയാൾക്ക് കഴിയും തോന്നുന്നു. എന്തായാലും അയാളെ തന്നെ നമുക്ക് അപ്രോച്ച് ചെയ്യണം, എന്നാലേ കാര്യം നടക്കൂ. ശിവയോഗി നമ്മുടെ വഴിക്ക് വരുന്ന എനിക്ക് തോന്നില്ല. ആശ്രമത്തിൽ അതിനു പകരം നമുക്ക് മറ്റൊരാളെ കണ്ടെത്തിയാലോ? മാഡം അക്കാര്യത്തിൽ വിഷമിക്കണ്ട. അയാളല്ലെങ്കിൽ മറ്റൊരാൾ, ആരെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. സമൃദ്ധ അർച്ചനയിലേക്ക് മടങ്ങിപ്പോകാൻ നീ ഇതെവിടെ ഇരുന്നു സന്ദീപേ? ഞാൻ നിന്നെ എത്ര തവണ വിളിച്ചു, എന്താ ഫോൺ എടുക്കാതിരുന്നേ? സന്ദീപേ, നിന്റെ വിഷമം എനിക്കറിയാം. ഞാനൊരു അബദ്ധം കാണിച്ചതുപോലെ എനിക്ക് തോന്നുന്നു ഏട്ടത്തി. ആ ഡിവോഴ്സ് പെറ്റീഷൻ ഒപ്പിട്ട് തിരിച്ച് അയക്കണ്ടായിരുന്നു. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. നോട്ടീസ് ഒപ്പിട്ട് തിരിച്ചയച്ചു എന്ന് കരുതി ഡിവോഴ്സ് കോടതി അനുവദിക്കാൻ അത് മാത്രം പോരാ. ഇനിയും ഒരുപാട് കടമ്പകളുണ്ട്. അവളെ മോളെ നഷ്ടപ്പെടാൻ എനിക്ക് വയ്യ. അവൾക്ക് മോൾക്ക് വേണ്ടിയല്ലേ ഞാനിതൊക്കെ ചെയ്തത്. എന്നിട്ടും അവളെന്നെ മനസ്സിലാക്കിയില്ലല്ലോ എന്ന സങ്കടം മാത്രമേ ഉള്ളൂ. തളർന്നു പോരുത്, ധൈര്യമായിട്ടിരിക്കെ. നിന്റെ ഏത് പ്രശ്നത്തിലും ഈ ഏട്ടത്തി കൂടെ നിൽക്കില്ലേ? ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം? എടുത്തി, അവളും മോളും തന്നെയാ എന്റെ പ്രശ്നം. ഡൈവോഴ്സ് പെറ്റീഷൻ അയക്കാനുള്ള തീരുമാനം അവളുടേത് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിന്റെ വീട്ടുകാർ തന്നെയാ അതിന് പിന്നിൽ പ്രവർത്തിച്ചത്, പ്രത്യേകിച്ച് സച്ചി. ഞാൻ അവളൊന്ന് പോയി കണ്ടാലോ എടുത്തി? എന്താടാ ഇത്? ഇത്രയ്ക്കുള്ളോ നിന്റെ ധൈര്യം?
ഭാര്യയും കുഞ്ഞിനെയും ഇത്രയേറെ സ്നേഹിക്കുന്ന നിന്നെയാണല്ലോടാ അവൾ ഒഴിവാക്കാൻ ശ്രമിച്ചത്. നിനക്കവരെ നഷ്ടപ്പെടാതിരുന്നാ പോരെ, അത് ഞാൻ നോക്കിക്കോളാം. മാഡം ഒരു വാക്ക് പറഞ്ഞാൽ അത് നടത്തിയിരിക്കും. എടുത്തി, മോളെ കാണാഞ്ഞിട്ട് എനിക്ക് വല്ലാത്ത സങ്കടം. വീട്ടിലേക്ക് ചെന്ന് അത് ഇനിയും വലിയ പ്രശ്നമാവും. വീട്ടിൽ പോകാൻ പറ്റില്ലെങ്കിൽ അടുത്ത ദിവസം സ്കൂളിൽ പോയി കാണണം. അവിടെ ആവുമ്പോ വീട്ടിൽ ചെല്ലുന്നതിന്റെ ബുദ്ധിമുട്ടില്ലല്ലോ. അതാ നല്ലത്. നാളെ സ്കൂളിൽ ചെന്ന് മോളെ കണ്ടാ മതി. വേണമെങ്കിൽ ഇടത്തേം വരാം. വേണ്ട, ഞാൻ തനിച്ചു പോയിക്കോളാം. സന്ദീപേ, നീ വിഷമിക്കണ്ട. ഒരു കാരണവശാലും ഈ ഡൈവോഴ്സ് നടത്താൻ എടത്തി സമ്മതിക്കില്ല. ഈ എടത്തിയുടെ കൺമുമ്പിൽ നീ അവളോടും മോളോടും ഒപ്പം ജീവിക്കണം. എന്റെ ആഗ്രഹമാണത്. അവളെയും കുഞ്ഞിനെയും ഈ ഏടത്തി നിനക്ക് കൊണ്ടുവന്ന് തരും. നിനക്ക് എന്നെ വിശ്വാസമില്ലേ? വിശ്വാസമാണ്, മറ്റാരെക്കാളും. കണ്ടില്ലേ മൂർത്തി, അവൻ എന്നെ മറ്റാരെക്കാളും വിശ്വാസമാണെന്ന്. സന്ദീപ് ഇപ്പൊ മാഡത്തിന്റെ കയ്യിൽ ഒരു കളിപ്പാവ് മാത്രമാണ്. അതെ, ഞാൻ കീ കൊടുക്കുന്നതിനനുസരിച്ച് മാത്രമേ അവൻ ഇനി ചലിക്കൂ. ചാടാൻ പറയുമ്പോ ചാടും, ഓടാൻ പറയുമ്പോ ഓടും. കൊല്ലാൻ പറഞ്ഞ ചിലപ്പോ കൊല്ലുകയും ചെയ്യും. പല കാര്യങ്ങൾക്കും അവന് നമുക്ക് ആവശ്യമുണ്ട്. അതുവരെ ഞാൻ അവന്റെ സ്നേഹനിധിയായ ഏട്ടത്തി. ഏട്ടത്തി. എനിക്ക് തന്നെ ഇഷ്ടം. ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. ഇനി ഒരിക്കലും ഒന്നിനു വേണ്ടിയും തന്നെ ഞാൻ ഉപേക്ഷിക്കില്ല. ഐ ലവ് യു ആതിര. ഐ ലവ് യു സോ മച്ച്. അച്ഛൻ എവിടെ പോയതാ?